വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ കേട്ട് നീ നോർമലി സംസാരിക്കുന്ന പാട്ട് ഇപ്പൊ കേക്കാവോ എല്ലാരും കേക്കാവോ? ഹലോ ബാബുനെ പ്രത്യേകിച്ച് പറയല്ല. ബൈ ദ ബൈ. മാന്യമഹാജനങ്ങളെ നമ്മൾ ഏവരും ഇന്നിവിടെ അടിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചന്ദ്രബാജിന്റെ ബർത്ത്ഡേ പരിപാടിക്കാണ്. തന്തയുടെ കാര്യം പറയുവാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. നമ്മുടെ ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നിങ്ങൾ കാണുന്ന സാധാരണ ചന്ദ്രനാണോ ഇത്? അല്ല, ഇതൊരു സാധാരണ ചന്ദ്രനല്ല. ഒരു കറുത്ത വാവ് ദിവസം അമാവാസി രാത്രിയിൽ ആരുക്കോ പിറന്ന് ആരുക്കോ ചന്ദ്രബോസ്, നമ്മുടെ ഏവരുടെ സ്വന്തം ചന്ദ്രബോസ്. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ടിവിയിൽ മുരളിയുടെ മനസ്സിൽ ഇടം പിടിച്ച ചന്ദ്രബോസ് എന്തോരം കഷ്ടപ്പെട്ടെന്ന് കാണണമെങ്കിൽ അവന്റെ മുട്ടിലെ തരമ്പ് കണ്ടാൽ മതി. നിങ്ങൾക്ക് മുട്ടിലെ തരമ്പ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ അവന്റെ നാക്കിലെ തരമ്പ് നോക്കണം. ബാബുവിന് ഒന്ന് പറഞ്ഞോണ്ട് ബർത്ത്ഡേ കൂട്ടിച്ചേർക്കുന്നതിന് ഗ്യാങ്ങിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ ചന്ദ്രൻ. സ്വന്തം മകന്റെ അച്ഛൻ പോലും ആയിട്ടില്ല അവൻ ഇതുവരെ. എന്നത് എല്ലാം ഗ്യാങ്ങിന് വേണ്ടി. അതാണ് നമ്മുടെ സ്വന്തം ചന്ദ്രൻ. എന്തുകൊണ്ട് ചന്ദ്രനായി? ചന്ദ്രൻ നമുക്ക് വേണ്ടി. 5 മിനിറ്റ് പറ്റത്തുള്ളൂ. 5 മിനിറ്റ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് മഞ്ഞമക ജനങ്ങളെ, നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോ ഒരുപാട് പേര് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും നമ്മുടെ ചന്ദ്രൻ ഒരുപാട് നാള് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ ചെറിയൊരു പിരിവുണ്ടാവും. അപ്പോൾ ചന്ദ്രന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പിരിവ് ബക്കറ്റുമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പണ്ടിട്ട് സഹായിക്കണം. പിന്നെ എന്നെക്കാട്ടി കൂടുതൽ ചന്ദ്രനെ പറ്റി അറിയാവുന്നത് നമ്മുടെ സ്വന്തം മുരളിക്കാണ്. അപ്പോൾ ചന്ദ്രനെ പറ്റി 2-3 എക്സ്ട്രാ വാക്കുകൾ ഇതിൽ പുറമെ സംസാരിക്കാനായി ഞാൻ പരന്ത് ബാജുവിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി